ഷുക്കൂർ വക്കീലിൻ്റെയും ഷീനയുടെയും സ്പെഷ്യൽ കല്യാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് പൂർണ്ണമായി യോജിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ടും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടുമൊക്കെ ധാരാളം പ്രതികരണങ്ങൾ എനിക്ക് ലഭിക്കുകയുണ്ടായി. എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റുകൾ മാത്രമല്ല, നേരിട്ട് ഒരുപാട് ആളുകൾ ബന്ധപ്പെടുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. എന്നു മാത്രമല്ല, അതിൽ രസകരമായ കുറേ അനുഭവങ്ങളും എനിക്ക് ചില ആളുകളിൽ നിന്ന് പങ്കുവെച്ച് കിട്ടുകയുണ്ടായി. ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ദുബായിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഡോക്ടർ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അടുത്ത ദിവസം നടന്ന ഒരു സംഭവം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പിതാവ്, 85 വയസ്സായ പിതാവും 78 വയസ്സായ മാതാവും, ഇവർ രണ്ടുപേരും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രജിസ്റ്റർ ഓഫീസിൽ പോയി ഇതുപോലെ കല്യാണം കഴിച്ചു. അത് പക്ഷേ വാർത്താ മാധ്യമങ്ങളൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ അവർ വലിയൊരു ആഘോഷമാക്കുമായിരുന്നു. അത് രഹസ്യമായിട്ട് അവർ ചെയ്തു എന്നാണ് പറഞ്ഞത്. എന്താ അതിന് കാരണം? അദ്ദേഹത്തിന് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ, മറ്റൊന്ന് അവരുടെ സഹോദരനും ഗൾഫിലായിരുന്നു. അദ്ദേഹവും ഡോക്ടറായിരുന്നു. അദ്ദേഹം ഇടയ്ക്ക് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു. അപ്പോൾ മകൻ മരിച്ചു, വാപ്പ ജീവിച്ചിരിപ്പുണ്ട്. ഈ മരിച്ച മകന് കുട്ടികളുമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇനി ആ മരിച്ച മകൻ്റെ സ്വത്തുക്കളിൽ ഈ വാപ്പായ്ക്ക് അവകാശമുണ്ട് എന്ന് മാത്രമല്ല, ഈ വാപ്പായുടെ സ്വത്തുക്കളിൽ ഈ മരിച്ച മകൻ്റെ മക്കൾക്ക് യാതൊരു അവകാശവും ഉണ്ടാവില്ല. ഈ വാപ്പായുടെയും ഉമ്മായുടെയും സ്വത്തുക്കൾ ഇനി എങ്ങനെയാണ് വീതം വയ്ക്കുക? അവർക്കിനി അവശേഷിക്കുന്നത് ഒരു മകൾ മാത്രമേ ഉള്ളൂ, അതായത് എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്ത് ഇനി അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ, ഈ 85 വയസ്സാം കാലത്ത് കല്യാണം കഴിക്കാൻ പോയ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളിൽ പകുതിയാണ് ഇനി ഈ മകൾക്ക് കിട്ടുക. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതായത് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു വിഹിതം ഉമ്മക്ക് ഉണ്ടാവും. അത് കഴിച്ച് ബാക്കിയുള്ള സ്വത്തിൻ്റെ പകുതി മകൾക്ക് കിട്ടും. ബാക്കി പകുതി ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്കോ അവരുടെ മക്കൾക്കോ ഒക്കെ ആയിട്ട് അന്യാധീനപ്പെട്ടു പോകും. അപ്പോൾ ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിലും മരിച്ചുപോയ മകൻ്റെ മക്കളുടെ പേരിലും കൊടുക്കാനാണ് താല്പര്യം. അത് കൊടുക്കുന്നതിന് നിയമപരമായിട്ട് ഇന്ന് ശരീഅത്ത് നിയമം അനുസരിച്ചുള്ള തടസ്സങ്ങൾ നീക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരന്മാരായ വക്കീലന്മാർ നിർദ്ദേശിച്ചതനുസരിച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ 85 വയസ്സായ കിളവനും 78 വയസ്സായ കിളവിയും കൂടെ രജിസ്റ്റർ ഓഫീസിൽ പോയി രണ്ടാമത് കല്യാണം കഴിച്ചത്. ഷുക്കൂർ വക്കീലും ഷീനയും പോയി കല്യാണം കഴിച്ചതുപോലെ തന്നെ. ഇത് എന്നെ വിളിച്ച സുഹൃത്ത് പറഞ്ഞ ഒരു അനുഭവമാണ്. വേറെ അതുപോലെ വളരെ വേദനാജനകമായ ഒട്ടേറെ അനുഭവങ്ങൾ പലരും പറയുകയുണ്ടായി. ഒരു സ്ത്രീ പറഞ്ഞത്, അവരും അവരുടെ ഭർത്താവും ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ സമ്പാദിച്ച കുറേ സ്വത്തുക്കൾ നാട്ടിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ ഭർത്താവ് അവിടെ വെച്ചിട്ട് മരണപ്പെട്ടു. ഭർത്താവിൻ്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് ഞങ്ങളാരും അറിഞ്ഞില്ല. പക്ഷേ വാപ്പ പിന്നീട് മരിച്ചു കഴിഞ്ഞപ്പോൾ ഗൾഫിൽ വെച്ച് മരണപ്പെട്ട ആ വ്യക്തിയുടെ സഹോദരന്മാർ ഇപ്പോൾ ഈ സ്വത്തിൽ, അയാളുടെ സ്വത്തിൽ അവകാശം പറഞ്ഞു വരുന്നു. വാപ്പാൻ്റെ സ്വത്തിലല്ല. വാപ്പാൻ്റെ സ്വത്ത് ഈ മരിച്ച മകൻ്റെ മക്കൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. വാപ്പാൻ്റെ സ്വത്തിൽ അല്ല അവകാശം ചോദിക്കുന്നത്, മറിച്ച് ഈ മരിച്ചു പോയ സഹോദരൻ്റെ സ്വത്തിൽ വാപ്പാക്കുണ്ടായിരുന്ന അവകാശത്തിൻ്റെ വിഹിതമാണ് ചോദിച്ചുകൊണ്ട് സഹോദരന്മാർ വരുന്നു എന്നാണ്. അത് കാരണം അവർക്കിപ്പോൾ നാട്ടിലുള്ള സ്വത്ത് ക്രയവിക്രയം ചെയ്യാനൊന്നും പറ്റുന്നില്ല. കാരണം ഈ സഹോദരന്മാർ ഒപ്പിട്ട് കൊടുത്താലേ അത് സാധ്യമാവുള്ളൂ. അപ്പോൾ അവർ വിൽക്കാൻ അവർ ഒപ്പിട്ട് കൊടുക്കില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു എന്ന് പറയും. ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ, ഇന്നലെ അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനും ഭാര്യയും കൂടെ ഒരു വീഡിയോ ചെയ്തതായിട്ട് കണ്ടു. അതിനകത്തും ഇത് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ നിരവധി കുടുംബങ്ങളിൽ ഈ ഒരു പ്രശ്നം നീറിപ്പുകയുന്നുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുതന്നെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞതും. ഇതിനൊക്കെ മറുപടി പറയാൻ യാതൊരു ന്യായവും യുക്തിയും ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ വൈക്കോലുണ്ട ഇറക്കിയിട്ട് മറുപടികൾ എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ തലയിക്കെട്ട് കെട്ടിയ മതപണ്ഡിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ വീഡിയോയിൽ
കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ നടന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടായി. മതം പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മതവിരുദ്ധമായിട്ട് കേരളത്തിലെ മുസ്ലിം സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുടെ ഒരു ചരിത്രം ഞാൻ സൂചിപ്പിക്കേണ്ടായി. അതിൻ്റെ കൂടെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഒരു ഫത്വ, പഴയ ഫത്വ കൂടി ഞാൻ കാണിക്കാം, അതിനെക്കുറിച്ച് പറയാമെന്ന്. ആ ഫത്വ ഞാൻ സ്ക്രീനിൽ കാണിച്ചിരുന്നെങ്കിലും അതിനെക്കുറിച്ച് പിന്നീട് പറയാൻ സമയം ലഭിച്ചില്ല. കാരണം 1 മണിക്കൂറിലേറെ സമയമായതുകൊണ്ട് പിന്നെ ഞാനത് വിട്ടുപോയതാണ്. അപ്പോൾ ആ ഫത്വയെക്കുറിച്ച് കൂടെ പറഞ്ഞുകൊണ്ട് ഇന്നലെ ആ വീഡിയോയിൽ സമയക്കുറവ് കൊണ്ട് പറയാതെ മാറ്റിവെച്ച കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത്. ഞാൻ ജനിക്കുന്നതിനും ഒരു 25 വർഷം മുമ്പ് ഇന്നലെ ഫത്വ ഇറക്കിയ ദാറുൽ ഹുദക്കാരുടെ പൂർവികർ എന്ന് പറയാവുന്ന സുന്നി പണ്ഡിത സഭ യോഗം ചേർന്ന് എടുത്ത ഒരു തീരുമാനത്തിൻ്റെ അറിയിപ്പ് എന്ന രീതിയിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച ഫത്വയാണിത്. അത് അച്ചടിച്ചിരിക്കുന്നത് മലയാളത്തിലാണ്. പക്ഷേ ഇതിൽ മലയാളം കാണാനില്ല, അതിൽ അറബി അക്ഷരങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇത് അറബി അക്ഷരങ്ങളും അല്ല, ഇതൊരു പ്രത്യേകതരം സങ്കര ജീവിയാണ്. മലയാള ഭാഷയിൽ എഴുതുന്ന കാര്യം അറബി ലിപി ഉപയോഗിച്ചുകൊണ്ട് എഴുതിയതാണ്. പക്ഷെ പൂർണ്ണമായും അറബി ലിപി അല്ല, കാരണം അറബി ലിപിയിൽ മലയാളം എഴുതാൻ സാധ്യമല്ല. മലയാളത്തിലുള്ള പല അക്ഷരങ്ങളും ഉച്ചാരണങ്ങളും അറബി ഭാഷയിലില്ല, അറബിയിലുള്ള പലതും മലയാളത്തിലും ഇല്ല. അതുകൊണ്ട് സമാനമായ ചില അക്ഷരങ്ങൾക്ക് അധികം കുത്തും പുള്ളിയും കോമയൊക്കെ ഇട്ട് പുതിയ അക്ഷരങ്ങൾ ഉണ്ടാക്കിയിട്ട് സൃഷ്ടിച്ച ഒരു സങ്കരജീവിയാണ് അറബി മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷ. ആ ഭാഷയിലാണ് ഈ ഫത്വ അച്ചടിച്ചിട്ടുള്ളത്. ആ ഭാഷയിലാണ് ആ കാലത്തും ഞാനൊക്കെ മദ്രസയിൽ പഠിച്ചിരുന്ന കാലത്തും മതപരമായിട്ടുള്ള എല്ലാ ആശയവിനിമയങ്ങളും നടന്നിരുന്നത്. ഞാൻ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് മദ്രസയിലെ പാഠപുസ്തകങ്ങളെല്ലാം ഈ ഭാഷയിലാണ് എഴുതിയിരുന്നത്. ആ ഭാഷയിൽ അറബി ലിപി മാത്രം പഠിച്ചാൽ അത് വായിക്കാൻ കഴിയില്ല. അറബി ലിപിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് മലയാള അക്ഷരങ്ങൾക്ക് പകരം അറബിക്ക് സാമ്യമുള്ള ലിപി ഉണ്ടാക്കി, അതാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ പഠിക്കണം. ഈ അറബി മലയാളത്തിൻ്റെ അക്ഷരങ്ങൾ കൂടി പഠിച്ചാലേ ഇത് വായിക്കാൻ പറ്റുള്ളൂ. അത് പഠിപ്പിച്ചിട്ട് ഞങ്ങളൊക്കെ മതം പഠിപ്പിച്ചിരുന്നത് ഈ ഭാഷയിൽ അച്ചടിച്ച പാഠപുസ്തകങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അച്ചടിച്ചു വന്നിരുന്നത് ഈ ഭാഷയിലാണ്. അന്ന് മതപരമായ ഇത്തരം ഫത്വകളും കാര്യങ്ങളും മതപ്രസിദ്ധീകരണങ്ങൾ പോലും ഈ ഭാഷയിലാണ് ഉപയോഗിച്ചിരുന്നത് ആ കാലത്ത്. അതിന് കാരണം എന്താണ് എന്ന് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് ഹദീസുകളും മറ്റു കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഒക്കെ വായിച്ച് ആഴത്തിൽ ഈ മതത്തെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് അതിൻ്റെ ഒരു കാരണം പിടികിട്ടിയത്. അതിൻ്റെ കാരണം വളരെ വിചിത്രമാണ്. മറ്റു മതക്കാർ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം വിപരീതം ചെയ്യണം എന്ന ഒരു സിദ്ധാന്തം മുഹമ്മദ് നബി ആ കാലത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ജൂതന്മാർ ചെയ്യുന്നതിനൊക്കെ വിപരീതം ചെയ്യുക. അവർ മീശ വളർത്തി താടി പഠിക്കുന്നുവെങ്കിൽ നിങ്ങൾ താടി വളർത്തി മീശ പഠിക്കുക. അവർ മുടിക്ക് ചായം കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മുടിക്ക് ചായം കൊടുക്കുക. അവരുപയോഗിക്കുന്ന പാത്രങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അവർ ധരിക്കുന്നത് പോലുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കാതിരിക്കുക. വസ്ത്രത്തിന് അവർ ഏതൊക്കെ കളറുകളാണ് ഉപയോഗിക്കുന്നത് ആ കളർ പോലും നിങ്ങൾ ധരിക്കാൻ പാടില്ല എന്ന രീതിയിൽ മറ്റുള്ളവർ ചെയ്യുന്നതിന് വിപരീതം ചെയ്യുക എന്ന ഒരു സിദ്ധാന്തം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഞാൻ സുലൈമാൻ സാഹിബും തമ്മിൽ നടന്ന ഒരു അഭിമുഖ വീഡിയോയിൽ ഞങ്ങൾ അലക്സാണ്ട്രിയ ലൈബ്രറി കത്തിച്ച ഒരു കാര്യം പറയുന്നുണ്ട്. ഈജിപ്തിൽ ഖലീഫ ഉമറിൻ്റെ കാലത്ത് അന്ന് ഖലീഫ ഉമറിൻ്റെ ഒരു ഫത്വ അനുസരിച്ചാണ് അലക്സാണ്ട്രിയയിലെ ലൈബ്രറിയിലെ 60,000-ഓളം ഗ്രന്ഥങ്ങൾ കത്തിച്ചു കളയുന്നത്. അതിന് കാരണമായിട്ട് പറയുന്ന ഫത്വയിൽ ഖലീഫ ഉമർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതും ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന തത്വമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് ഇവർ. എന്താ പറയുന്നത്? മനുഷ്യർക്ക് ആവശ്യമുള്ള എല്ലാ അറിവുകളും ഖുർആനിലുണ്ട്. ഖുർആനിലുള്ള അറിവുകൾ വേറെ ഗ്രന്ഥത്തിലുണ്ടെങ്കിൽ ആ ഗ്രന്ഥം നമുക്ക് ആവശ്യമില്ല. ഖുർആനിലില്ലാത്ത എന്തെങ്കിലും അറിവുകൾ ആ ഗ്രന്ഥത്തിലുണ്ടെങ്കിൽ ആ അറിവുകളും നമുക്ക് ആവശ്യമില്ല. കാരണം ഖുർആനിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ അറിവും അള്ളാഹു ഇറക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഗ്രന്ഥങ്ങൾ കത്തിച്ചു കളയൂ എന്നാണ് ആജ്ഞ കൊടുക്കുന്നത്. അതനുസരിച്ചാണ് ആ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക സമ്പത്തായിരുന്ന അലക്സാണ്ട്രിയ ലൈബ്രറി പൂർണ്ണമായിട്ടും കത്തിച്ചു കളഞ്ഞത് എന്നാണ് ചരിത്രം. ഇതേ തത്വം അനുസരിച്ച് തന്നെയാണ് ഇവിടെ മലയാള ഭാഷ പഠിക്കാൻ പാടില്ല, ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പാടില്ല,
മതം പഠിക്കണം. മതം പഠിക്കാൻ നിങ്ങൾക്ക് അറബി ഭാഷ പഠിച്ചിട്ട് മതം പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അറബിയുടെ ലിപി ഉപയോഗിച്ച് മലയാളം എഴുതിയിട്ട് പഠിപ്പിക്കുക. അങ്ങനെയെങ്കിലും പരമാവധി മലയാളത്തെ മാറ്റി നിർത്തുക എന്ന ഒരു സിദ്ധാന്തം ഇസ്ലാമികമായി വ്യാഖ്യാനിച്ചത് കൊണ്ടാണ് ആദ്യകാലത്ത് ഇങ്ങനെ ഒരു സങ്കരജീവിയെ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ മതം കൈകാര്യം ചെയ്തിരുന്നത്. ഇനി എന്താണ് ഈ ഫത്വയിൽ പറഞ്ഞിട്ടുള്ളത്? അത് അതിൻ്റെ താഴെ ഞാൻ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കൽ ഷറയിൽ മക്രൂഹാണെന്നും മറ്റും പല മഹാന്മാരായ ഉലമാക്കൾ മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാകയാൽ അവർക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കൽ പ്രത്യേകം പാടില്ലാത്തതാണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. ഇതാണ് അതിൻ്റെ കണ്ടൻറ്റ്. പിന്നെ ആ യോഗത്തിൽ വിഷയം അവതരിപ്പിച്ച ആളുടെ പേരും പിന്താങ്ങിയ ആളുടെ പേരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് എഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്ന ഫത്വയാണിത്. അങ്ങനെ പഠിപ്പിക്കൽ ഷറയിൽ മക്രൂഹാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീഅത്ത് നിയമത്തിൽ നിഷിദ്ധമാണ് എന്നാണ് അർത്ഥം. ഹറാം എന്ന് പറഞ്ഞാൽ അതിനിഷിദ്ധം, മക്രൂഹ് എന്ന് പറഞ്ഞാൽ അത്ര ഇല്ല പക്ഷെ എന്നാലും നിഷിദ്ധം എന്ന ഒരർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ശരീഅത്ത് നിയമത്തിൽ, നമ്മുടെ ദീനിൽ, മതത്തിൽ പെൺകുട്ടികളെ അക്ഷരം പഠിക്കുന്നത് നിഷിദ്ധമാണ് എന്ന് മഹാന്മാരായ ഒരുപാട് ഉലമാക്കൾ, പണ്ഡിതന്മാർ നേരത്തെ തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ട് അതേ തീരുമാനം നമ്മളും എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫത്വയാണിത്. ഞാൻ ജനിക്കുന്നതിനും 25 വർഷം മുമ്പ് ഇവിടുത്തെ പണ്ഡിത സഭ മലയാളത്തിൽ അച്ചടിച്ചിറക്കിയ ഫത്വ. ഞാൻ ജനിക്കുന്നതിന് 25 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഫത്വയാണെങ്കിലും ഞാനൊക്കെ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് നിലവിലുള്ള ഒരു ചട്ടമാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികളെ അക്ഷരം പഠിപ്പിച്ചിരുന്നില്ല, എഴുത്ത് പഠിപ്പിച്ചിരുന്നില്ല. പകരം അവരെ മതം പഠിപ്പിച്ചിരുന്നത് ഓറലായിട്ടാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 5ാം ക്ലാസ്സിൽ അന്ന് ഞങ്ങൾക്ക് മദ്രസയിൽ പൊതു പരീക്ഷയാണ് ഉണ്ടായത്. ഒരു മദ്രസയിൽ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറല്ല, പകരം എല്ലാ മദ്രസകൾക്കും വേണ്ടി പൊതുവായ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി അത് എത്തിച്ചു തരും. അത് ആൻസർ ചെയ്തിട്ട് നമ്മൾ ഈ ആൻസർ പേപ്പർ ഏതെങ്കിലും ഒരു പരീക്ഷാ കേന്ദ്രത്തിലേക്ക് കൊടുത്തയച്ച് അവിടുന്ന് മൂല്യനിർണ്ണയം നടത്തിയിട്ടാണ് നമ്മൾ 5ാം ക്ലാസ്സിലൊക്കെ പരീക്ഷ പാസ്സാവുന്നത്. ഞാനൊക്കെ നല്ല മാർക്ക് വാങ്ങി മുടുക്കനായി പാസ്സായ ആളാണ് 5ാം ക്ലാസ്. ആ പരീക്ഷ നടക്കുമ്പോൾ ഞങ്ങൾ ആൺകുട്ടികൾക്കെല്ലാം ഇതുപോലെ അറബി മലയാളത്തിൽ അച്ചടിച്ച ചോദ്യപേപ്പറും ഉത്തരം എഴുതാനുള്ള കടലാസും തരും. അങ്ങനെ ഞങ്ങൾ ആ കടലാസിൽ ഉത്തരം എഴുതിയിട്ട് ഉസ്താദിന് കൊടുക്കുകയാണ് ചെയ്യുക. അതേസമയം ആ ക്ലാസ്സിലുണ്ടായിരുന്ന പെൺകുട്ടികൾക്ക് പരീക്ഷ നടക്കുന്നത് വേറെ രീതിയിലാണ്. അവരെ ഉസ്താദ് കുറച്ച് ദൂരെ സ്വകാര്യമായിട്ടൊരു മൂലയിൽ കസേര ഇട്ടിട്ട് ഓരോരുത്തരായിട്ട് അടുത്തേക്ക് വിളിച്ചിട്ട് ചോദ്യം ചോദിക്കുകയും അതിൻ്റെ ഉത്തരം അവരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തിട്ട് അവരുടെ മാർക്ക് അവിടെ രേഖപ്പെടുത്തും. ഞങ്ങൾക്ക് തന്ന അതേ ചോദ്യപേപ്പർ അല്ല അവർക്ക് ഉപയോഗിച്ചിരുന്നത്. കാരണം അതേ ചോദ്യപേപ്പർ ഓരോരുത്തരെയും മുഴുവൻ ചോദിച്ച് ഉത്തരം പറയിപ്പിക്കണമെങ്കിൽ കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് വെട്ടിച്ചുരുക്കിയിട്ട് ചെറിയൊരു ചോദ്യപേപ്പർ ഉണ്ടാക്കിയിട്ടാണ് ഉസ്താദുമാർ ഈ പരീക്ഷ നടത്തുക. അങ്ങനെ പെൺകുട്ടികളെ അടുത്ത് നിർത്തി ഓറൽ പരീക്ഷ നടത്തുന്ന ഒരു രീതിയാണ് ആ കാലത്ത് ഉണ്ടായിരുന്നത്. അതിലൊക്കെ കാരണം പെൺകുട്ടി അക്ഷരം പഠിക്കാൻ പാടില്ല എന്ന ഈ ഫത്വയാണ്. ഈ ഫത്വ ഇപ്പോൾ നിലവിലുണ്ടോ, അതിൻ്റെ ആശയം, അതിൻ്റെ ഹുക്കും ഇപ്പോൾ നിലവിലുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ പെൺകുട്ടികളും എഴുത്തും വായനയൊക്കെ പഠിക്കാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളിലും കുറച്ചും കൂടെയൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. കുറച്ച് പുരോഗമനം ഈ തലീകെട്ടുകാരുടെ മേഖലയിലും വന്നിട്ടുണ്ട്. അത് ഒരു മാറ്റമാണ്. അപ്പം 90 കൊല്ലം മുമ്പ് ഹറാമായിരുന്ന ഒരു കാര്യം കൂടി പിന്നീട് പതുക്കെ ഹലാലായി വന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ ഫത്വ. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് ആൺകുട്ടിയും പെൺകുട്ടിയും പഠിക്കാൻ പാടില്ല. അതിനെയൊക്കെ ഇപ്പോൾ ബ്രിട്ടീഷുകാരോടുള്ള വിരോധമായിട്ടും സ്വാതന്ത്ര്യവാഞ്ചയായിട്ടും ദേശീയ ബോധമായിട്ടുമൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് പുട്ടിയടിക്കുന്ന ആളുകളുണ്ട്. അതൊന്നും അല്ല സംഭവം. അതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് മതമായിരുന്നു. ഇനി വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലും ഈ പറഞ്ഞ നബി അന്ന് നിർദ്ദേശിച്ച കാര്യങ്ങൾ ഇവിടെയും അപ്ലൈ ചെയ്യാൻ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ശ്രമിച്ചിരുന്നു. ഹിന്ദുക്കൾ ധരിക്കുന്നത് പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല എന്നായിരുന്നു അന്നത്തെ തിട്ടൂരം. മുടി വെട്ടുന്ന കാര്യത്തിൽ ഹിന്ദുക്കളൊക്കെ മുടി വെട്ടി ക്രോപ്പ് ചെയ്ത് ശരിയാക്കുന്നുണ്ട്. മുസ്ലിം കുട്ടികൾ ആരും മുടി അങ്ങനെ വെട്ടാൻ പാടില്ല, എല്ലാവരും മൊട്ട അടിച്ചോളണം എന്നാണ് പറഞ്ഞത്. ഞാനൊക്കെ കുട്ടിക്കാലത്ത് മൊട്ട അടിച്ചിട്ടാണ് നടന്നിരുന്നത്. 921 സിനിമയിൽ എല്ലാ മാപ്പിളമാരും മൊട്ട അടിച്ച് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
അപ്പോൾ അന്ന് എല്ലാ മാപ്പിളക്കുട്ടികളും മൊട്ടക്കുട്ടികളായിരുന്നു. കാരണം മുടി വളർത്തുന്നത് ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണ്, അതുപോലെ നമ്മൾ ചെയ്യാൻ പാടില്ല, വിപരീതം ചെയ്യുക എന്ന് പറയുന്ന ഈ സിദ്ധാന്തം അപ്ലൈ ചെയ്തുകൊണ്ടാണ് മൊട്ടയടിച്ച് നടക്കേണ്ടി വന്നത്. വസ്ത്രത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഞാനൊരു രസകരമായ ഉദാഹരണം പറയാം. അന്ന് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും അടിവസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല മുസ്ലിം സമുദായത്തിൽ. എൻ്റെ വാപ്പ ഒരു അധ്യാപകനായിരുന്നു, സ്കൂളിൽ പോകുന്ന അധ്യാപകനായിരുന്നു. അദ്ദേഹം മരിക്കുവോളം അണ്ടർവെയർ ധരിച്ചിട്ടില്ല. എൻ്റെ ഉമ്മ അണ്ടർവെയർ ധരിച്ചിട്ടില്ല. എൻ്റെ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും പ്രായത്തിലുള്ള അതിന് ശേഷമുള്ള തലമുറയിലും പെട്ട സ്ത്രീകളോ പുരുഷന്മാരോ അന്ന് അടിപ്പാവാട പോലും ഉപയോഗിച്ചിരുന്നില്ല. വെറും ഒരു തുണി ഉടുക്കുക, അതിൻ്റെ മേലെ ഒരു കുപ്പായം ധരിക്കുക എന്നതായിരുന്നു വസ്ത്രധാരണം. കാരണം അടിവസ്ത്രം ധരിക്കുന്നത് മറ്റു മതക്കാരാണ്, അതിന് വിപരീതം ചെയ്യുക എന്നാണ് ആ സിദ്ധാന്തം. ഇനി ഇതുപോലെ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന സാമൂഹികമായ, സാമ്പത്തികമായ, രാഷ്ട്രീയമായിട്ടുള്ള പല കാര്യങ്ങളിലും ഹറാം എന്ന് പറഞ്ഞുകൊണ്ട് പുറംതിരിഞ്ഞ് നിന്നിരുന്നതിൻ്റെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്. മുഴുവനൊന്നും പറയാൻ ഞാൻ സമയം മെനക്കെടുത്തുന്നില്ല. 1-2 ഉദാഹരണങ്ങൾ പറയാം. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ നാട്ടിലെ കൃഷിക്കാർക്ക് കൃഷി ഇറക്കാനൊക്കെ വളരെയധികം സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൃഷി ഇറക്കാനൊന്നുള്ള പൈസ അല്ലെങ്കിൽ അതിന് വേണ്ട സാമ്പത്തിക ശേഷിയൊന്നും ഈ കൃഷിക്കാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം അവരൊന്നും പലപ്പോഴും കൃഷി ഇറക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയിരുന്നു. ആ കാലത്താണ് നമ്മുടെ നാട്ടിൽ ഈ ഗ്രാമീണ ബാങ്കുകൾ വന്നു. ഗ്രാമീണ ബാങ്കുകൾ വന്നിട്ട് കൃഷിക്കാർക്കൊക്കെ ലോൺ കൊടുക്കാൻ തുടങ്ങി. വിളവിറക്കുന്ന സമയത്ത് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ വിളവെടുപ്പിൻ്റെ സമയത്ത് ഈ ലോൺ തിരിച്ചടക്കാവുന്ന രീതിയിൽ കൃഷിക്കാർക്ക് കാർഷിക ലോണുകൾ വിതരണം ചെയ്തുകൊണ്ട് ഗ്രാമീണ ബാങ്കുകൾ വന്ന സമയത്ത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ആയിട്ടുള്ള കൃഷിക്കാരെല്ലാം ബാങ്കിൽ പോയി ലോൺ എടുത്തുകൊണ്ട് അവരുടെ കൃഷി നല്ല രീതിയിൽ നടത്തി. ആ സമയത്ത് ഇതാ വരുന്നു നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാർ ഫത്വകളും കൊണ്ടുവരുന്നു, വയല് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. പാടില്ല, ബാങ്കിൽ പോയി ലോൺ എടുത്തിട്ട് കൃഷി ചെയ്യാൻ പാടില്ല, ലോണും പലിശയും ഹറാമാണ്, ബാങ്കിൻ്റെ അടുത്ത് കൂടെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള പ്രചാരണ കാലത്ത് നടന്നു. ചേകന്നൂർ മൗലവിയൊക്കെ അതിനെതിരായിട്ട് പ്രചരണം നടത്തിയത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിൽ ബാങ്കിങ് പലിശ ഇല്ല, ഇസ്ലാം ഉണ്ടായ കാലത്ത് നബീൻ്റെ കാലത്ത് ബാങ്കും പലിശയൊന്നുമില്ല, നബി നിരോധിച്ച പലിശ അതല്ല, അത് വേറെയാണ്, അത് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ കടം കൊടുത്തിട്ട് ക്വാളിറ്റി കൂടിയ സാധനങ്ങൾ തിരിച്ചു വാങ്ങുക, കൂടിയ അളവിൽ തിരിച്ചു വാങ്ങുക എന്ന ഒരു സമ്പ്രദായം അന്നുണ്ടായിരുന്നു, അതിനെയാണ് നിരോധിച്ചിട്ടുള്ളത്, അതല്ല ഈ പലിശ, ഇത് വ്യവസ്ഥാപിതമായിട്ട് ബിസിനസ് നടത്തുന്ന ലാഭവിഹിതം എന്ന രീതിയിലാണ് ബാങ്കുകൾ നമുക്ക് നമ്മൾക്ക് ലോൺ തരുന്നതും പലിശ വാങ്ങുന്നതും, അതുകൊണ്ട് അത് ഹറാമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചേകന്നൂർ മൗലവിയൊക്കെ രംഗത്ത് വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ പലിശ ഹറാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറംതിരിഞ്ഞു നിന്നിരുന്ന ആളുകൾ പിന്നീട് നമ്മുടെ നാട്ടിൽ സഹകരണ ബാങ്കുകൾ വരികയും ഈ സഹകരണ ബാങ്കുകളുടെയൊക്കെ ഡയറക്ടർ ബോർഡുകളും മറ്റും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് പിന്നീട് നമ്മൾ കണ്ടത് ഇതേ ആളുകൾ, ഈ തലീക്കെട്ട് കെട്ടിയ മൂല്യന്മാരടക്കമുള്ള ആളുകൾ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരടക്കമുള്ള ആളുകൾ സഹകരണ ബാങ്കുകളുടെ ഡയറക്ടർ ബോർഡിലേക്ക് മത്സരിക്കുന്നതും ഡയറക്ടർമാരാവുന്നതും പ്രസിഡന്റുമാരാവുന്നതും അങ്ങനെ ബാങ്കുകളെല്ലാം അവർ കൈയടക്കുന്നതുമാണ് മലപ്പുറം ജില്ലയിലൊക്കെ പിന്നീട് കണ്ടത്. അങ്ങനെ ബാങ്ക് കൈകാര്യം ചെയ്യുന്നവരായിട്ട് മുസ്ലിം സമുദായം മാറുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു മാറ്റം എൻ്റെ ജീവിതകാലത്ത് ഞാൻ കണ്ടതാണ്. അങ്ങനെ ഒരു ഹറാമ് പിന്നെയും ഹലാലായി മാറി. അതുപോലെ മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ത്രീകൾ വോട്ട് ചെയ്യാൻ പാടില്ല, സ്ത്രീകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല, സ്ത്രീകളെങ്ങാനും മത്സരിക്കുന്നുണ്ടെങ്കിൽ അതിന് വോട്ട് ചെയ്യാൻ തന്നെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബഹളം നടത്തിയിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, നഫീസത്ത് ബീവി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി മലപ്പുറത്ത് മണ്ഡലത്തിലൊരിക്കൽ മത്സരിക്കേണ്ടായി, അന്നത്തെ ഐക്യമുന്നണിയുടെ ഏറ്റ സ്ഥാനാർത്ഥിയായിട്ട്. ആ കാലത്ത് മൗല്യന്മാരൊക്കെ വയലു പറഞ്ഞിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു സ്ത്രീ, മുസ്ലിം സ്ത്രീ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അലിസ്ലാമികമാണ്, ഹറാമാണ്, നരകത്തിലേക്കുള്ള പോക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വയലു പറഞ്ഞിരുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ പാപ്പരാം വിധം തോൽപ്പിച്ചു വിട്ടതും ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല, സ്ത്രീകൾ ഭരണാധികാരികളാവാൻ പാടില്ല, സ്ത്രീകൾ വോട്ട് ചെയ്യാൻ തന്നെ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്ന ആളുകൾ പിന്നീട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ
സ്ത്രീകൾക്ക് 50% സംവരണം വന്നതോടുകൂടി ഈ ഹറാമിനെയൊക്കെ മാറ്റിവെച്ചിട്ട് സ്ത്രീകൾ മത്സരിക്കാൻ തുടങ്ങി, സ്ത്രീകൾ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവാൻ തുടങ്ങി, സ്ത്രീകൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ചെയർപേഴ്സൺ ആവാൻ തുടങ്ങി, മുനിസിപ്പൽ ചെയർപേഴ്സൺ ആവാൻ തുടങ്ങി. ഇതെല്ലാം തുടങ്ങി മുസ്ലിം സ്ത്രീകൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഹറാമും ഹലാലായി മാറി. നബി എന്താ പറഞ്ഞത്? ഒരു സ്ത്രീയെ ഭരണാധികാരിയാക്കിയ ഒരു ജനത വിജയിക്കുകയില്ലോ എന്നൊരു ഹദീസ് തന്നെ ഉണ്ട്. ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് മൂല്യന്മാരൊക്കെ സ്ത്രീകൾക്കെതിരായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഓരോ സന്ദർഭങ്ങളിലും ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ആ ഹറാമും ഹലാലായി. ഇന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതോ ഭരണാധികാരിയാവുന്നതോ അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നതോ ഒന്നും പ്രശ്നമല്ല. മുസ്ലിം ലീഗ് ഇതുവരെ ഒരു MLA സ്ത്രീയായിട്ട് തിരഞ്ഞെടുത്തിട്ടില്ല എങ്കിലും 1-2 തവണ മത്സരിപ്പിക്കാൻ അവർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിന് പോലും അത്തരമൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ പോലും സ്ത്രീകളെ ജോലിക്കെടുക്കില്ലായിരുന്നു. അതൊക്കെ എന്നിട്ട് വലിയ ആദർശമായിട്ട് ആദ്യകാലത്ത് കൊട്ടിഘോഷിച്ചിരുന്നതാണ്. പിന്നെ പുരോഗമനത്തിൻ്റെ ആട്ടുംതോലിങ്ങനെ അണിഞ്ഞപ്പോൾ പലരും ചോദ്യം ചെയ്യുകയും പരിഹസിക്കുകയും ചെയ്തപ്പോൾ സ്ത്രീകളൊക്കെ ഓഫീസിലും അവരുടെ മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് വെക്കാൻ തുടങ്ങി. മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ശൂറയിലടക്കം സ്ത്രീ പ്രാതിനിധ്യം കൊടുക്കാനും അവസാനം അവർ തയ്യാറായി. അപ്പോൾ ആദ്യം ഹറാമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന കാര്യങ്ങൾ പതുക്കെ പതുക്കെ ഹലാലായി വരുന്നതിൻ്റെ ഉദാഹരണം ജമാഅത്തെ ഇസ്ലാമിക്കുള്ളിൽ പോലും നമ്മൾ കണ്ടു. ഫാമിലി പ്ലാനിങ് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തൊരു വലിയ ഇഷ്യൂ ആയിരുന്നു. അത് ഗവൺമെൻറ് എല്ലായിടത്തും ചുവന്ന ത്രികോണം വരച്ചു വെച്ചുകൊണ്ട് നമ്മൾക്ക് 2-3 കുട്ടികൾ മതി, നമ്മൾ 2 നമുക്ക് 2, നമ്മളൊന്നാണ് നമുക്ക് 1 മതി എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ കുട്ടികളുടെ എണ്ണം കുറച്ച് വരുന്ന കുടുംബാസൂത്രണ പരിപാടികൾ വലിയ തോതിൽ പ്രചാരണം നടത്തിയിരുന്ന കാലത്ത് മൂല്യന്മാരെല്ലാം അതിനെതിരായിട്ട് വയൽ തുറന്നുകൊണ്ട് രംഗത്ത് വന്നു. പള്ളികളിലെ കുത്തുബകളിലെല്ലാം അതിനെതിരായിട്ടുള്ള പ്രസംഗങ്ങളും വയലുകളുമായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് കുടുംബാസൂത്രണത്തെ ഒരു കാലത്ത് എതിർത്തു. ചേകന്നൂർ മൗലവി അതിനെയും അനുകൂലിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് കുടുംബാസൂത്രണം നമ്മുടെ സമുദായത്തിന് വളരെ നല്ലതാണ്, ആരോഗ്യകരമായൊരു സമുദായമായി മാറാൻ അത് ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൗലവിയൊക്കെ രംഗത്ത് വന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രഭാഷണങ്ങൾ ആകാശവാണിയിലും ലേഖനങ്ങളും മാതൃഭൂമിയിലും ഒക്കെ ആ കാലത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? ഈ പറയുന്ന തലയെക്കെട്ട് കെട്ടിയ മൂല്യന്മാരുടെ ഒക്കെ കുടുംബങ്ങളിൽ ഭാര്യമാർ പ്രസവത്തിന് ആശുപത്രിയിൽ പോകാൻ തുടങ്ങി. ആശുപത്രിയിൽ 2-3 പ്രസവം കഴിഞ്ഞാൽ പതുക്കെ പ്രസവം നിർത്തി ഓപ്പറേഷൻ ചെയ്ത് തിരിച്ചു വരാൻ തുടങ്ങി. ഇപ്പോൾ അതിനെതിരായിട്ടുള്ള വയത് പറച്ചിലില്ല. എല്ലാ മൂല്യന്മാരെ വീട്ടിലെയും സ്ത്രീകളെ കൊണ്ടുപോയിട്ട് വന്ധ്യംകരണം ചെയ്യുന്നു. അവിടെയും ഹറാമ് ഹലാലായിട്ട് പരിണമിച്ചു. പിന്നെ ഉച്ചഭാഷിണി, ക്യാമറ, ഫോട്ടോ, ചിത്രം ഇതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. മറ്റൊന്ന്, സ്ത്രീകൾക്ക് ഇസ്ലാമിലെ നിയമം അനുസരിച്ച് സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല. ഖുർആനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾ അവരുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞാൽ മതി എന്നാണ്. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് സ്ത്രീകൾ പള്ളിയിൽ പോലും പോവേണ്ടതില്ല എന്നും പള്ളിയിൽ പോവാതെ തന്നെ അവർക്ക് വീട്ടിലിരുന്നാൽ തന്നെ അതിൻ്റെ കൂലി കിട്ടുമെന്നും പറഞ്ഞിട്ടാണ് സ്ത്രീകളെല്ലാം വീട്ടിൽ നിന്ന് പുറത്തിറക്കാതിരുന്നത്. പിന്നെ ഈ മുജാഹിദ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ വന്നിട്ട് ഈ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് ആട്ടിത്തെളിക്കാൻ തുടങ്ങി. പള്ളിയിലേക്ക് ആട്ടിത്തെളിക്കാൻ തുടങ്ങിയത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്നാണ് പലരും തെറ്റിദ്ധരിച്ചത്. പക്ഷെ അതായിരുന്നില്ല, അതിൻ്റെ ഉദ്ദേശം വേറെ ആയിരുന്നു. അത് നമ്മൾ അവസാനം പറയാം. ഒരു പെണ്ണിന് പുറത്ത് ഇറങ്ങണമെങ്കിൽ അവളുടെ കൂടെ ഒരു മഹ്റം വേണം എന്നാണ് ഇസ്ലാമിലെ നിയമം. ഇപ്പോൾ സൗദി അറേബ്യ എടുത്ത് തോട്ടിലെറിഞ്ഞു ആ നിയമം. കാരണം ഒരു പെണ്ണ് എന്ന് പറയുന്നത് ചാക്കിൽ പൊതിഞ്ഞ് വീട്ടിനകത്ത് ഇരുട്ട് മുറിയിൽ സൂക്ഷിക്കേണ്ട ഒരു വസ്തുവാണ്. ഖുർആനിൽ പെണ്ണുങ്ങൾ വീട്ടിനകത്ത് കഴിയണം എന്ന് പറഞ്ഞതിന് ഹദീസിൽ കുറച്ചും കൂടെ അപ്പുറത്തേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത് വീട്ടിലെ ഏറ്റവും ഇരുട്ടുള്ള മുറിയിൽ പെണ്ണുങ്ങൾ ഇരിക്കുമ്പോഴാണ് അള്ളാഹുവിന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക എന്നാണ്. അങ്ങനെയാണ് ഹദീസ്. ഒരു വീട്ടിലെ ഏറ്റവും ഇരുട്ടുള്ള മുറിയിൽ സ്ത്രീകൾ കഴിയുമ്പോഴാണ് അള്ളാഹു സന്തോഷിക്കുക എന്ന് പറയുന്ന ഹദീസുണ്ട്. അങ്ങനെ ഇരുട്ട് മുറിയിലും അകത്തും ഇരുട്ടിൽ പൊതിഞ്ഞ് പുറത്തും പിന്നെ ഒരു മഹ്റം എന്ന് പറഞ്ഞിട്ട് ഒരു എസ്കോർട്ട് കൂടെയും ഒരു പുരുഷ എസ്കോർട്ട് കൂടെയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പെണ്ണിന് സഞ്ചാര സ്വാതന്ത്ര്യം പോലും അനുവദിക്കാവൂ എന്ന് പറയുന്ന മതമാണ് ഇസ്ലാം. ഇതൊക്കെ അനുസരിച്ച് ഇന്നും ജീവിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. ഈ തബ്ലീഗിൻ്റെയൊക്കെ പ്രവർത്തകർ ആ രീതിയിലാണ് സ്ത്രീകളെ കൊണ്ടു നടക്കുന്നത്, നമുക്ക് കാണാതെ. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇതൊക്കെ പ്രായോഗികമാണോ? അല്ല. അത് പ്രായോഗികമാക്കുന്നത് എവിടെയാണ്? അത് അതിനേക്കാളും വല്ല വിചിത്രമായിട്ടുള്ള ഒരു അനുഭവമാണ്. അത് പ്രായോഗികമാക്കുന്നത് സ്വന്തം കുടുംബങ്ങൾക്കകത്ത് രക്തബന്ധുക്കൾ ഒത്തുകൂടുന്ന വിവാഹം
മരണം തുടങ്ങിയിട്ടുള്ള സന്ദർഭങ്ങളിൽ വീടുകൾക്കകത്താണ് ഇവരിത് പ്രായോഗികമാക്കുന്നത്. എല്ലാവരും പരസ്പരം സ്നേഹം പങ്കുവെക്കാനും പരിചയം പങ്കുവെക്കാനും ഒത്തുകൂടുന്ന കല്യാണ വീട്ടിലും മരണ വീട്ടിലും അല്ലെങ്കിൽ ദുഃഖം പങ്കുവെക്കാനെത്തുന്ന മരണ വീട്ടിലുമൊക്കെ ആണിനെയും പെണ്ണിനെയും വേർതിരിക്കുന്നത് കാണാം. എന്നാൽ ആ കല്യാണ വീട്ടിലേക്കോ മരണ വീട്ടിലേക്കോ ഈ സ്ത്രീകളും പുരുഷന്മാരും എത്തുന്നത് എങ്ങനെയാണ്? അവർ ഓട്ടോറിക്ഷയിൽ കയറിയിട്ടാവും, അല്ലെങ്കിൽ ജീപ്പിൽ കയറിയിട്ടാവും, അല്ലെങ്കിൽ ബസ്സിൽ കയറിയിട്ടാവും, അല്ലെങ്കിൽ തീവണ്ടിയിൽ കയറിയിട്ടാവും അവർ വരുന്നത്. അവിടെയൊന്നും ആണും പെണ്ണും തമ്മിൽ ഒരു വേർതിരിവുമില്ല. തിരക്കുള്ള ബസ്സിലാണെങ്കിൽ മുട്ടി ഒരുമി എല്ലാവരും കൂടെ വരുന്നു. ബസ് സ്റ്റാൻഡിൽ പ്രശ്നമില്ല, റെയിൽവേ സ്റ്റേഷനിൽ പ്രശ്നമില്ല, സർക്കാർ ഓഫീസുകളിൽ പ്രശ്നമില്ല. ഒരു സംവിധാനത്തിലും ഇവിടെ ആണും പെണ്ണും തമ്മിൽ ഒരു വേർതിരിവുമില്ല. അതെല്ലാം മിങ്കിൾ ചെയ്തിട്ട് ജീവിക്കുന്നു. പക്ഷേ ഒരു കല്യാണ വീട്ടിലേക്ക് കയറി വന്നാൽ, കുടുംബക്കാരെല്ലാവരും കൂടി ഒത്തുകൂടുന്ന, രക്തബന്ധുക്കൾ ഒത്തുകൂടുന്ന ഒരു കല്യാണ വീട്ടിലേക്ക് കയറി വന്നാൽ പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ കാണാൻ പറ്റില്ല. ഭാര്യ ഒരു വഴിക്ക്, ഭർത്താവ് വേറൊരു വഴിക്ക്. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരുമിച്ച് പോകണമെങ്കിൽ തന്നെ ഇപ്പോൾ കുഴപ്പമില്ല, മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ട്. അതില്ലാത്ത കാലത്ത് തമ്മിൽ കണ്ടുമുട്ടാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. ആ രീതിയിലാണ് സംവിധാനം. മുസ്ലിം വീടുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലിയ വീടുകൾ, വലിയ സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള വീടുകൾ, വലിയ വീടും വലിയ മതിലും ഒക്കെ ഉണ്ടാവും. ആ മതിലിന് വീടിൻ്റെ നേരെ മുമ്പിൽ ഒരു വലിയ ഗേറ്റും ഉണ്ടാവും. ആ ഗേറ്റിൽ നിന്ന് കുറേ അകലെ ആ മതിലിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ചെറിയ ഒരു കുണ്ടനടായി പോലെയുള്ള ഒരു വാതിൽ, ഒരു ഗേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പണ്ട് കന്നുകാലികളെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേലിക്ക് ഇങ്ങനെ ചെറിയൊരു എടായി ഉണ്ടാക്കി വെക്കും. അതേപോലെ എടായി അല്ല, കലായി ഉണ്ടാക്കി വെക്കും. അതുപോലെയുള്ള ഒരു കലായി ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ കൂടെയാണ് സ്ത്രീകളകത്തേക്ക് കയറേണ്ടത്. പ്രധാനപ്പെട്ട ഫ്രണ്ടിലുള്ള ഗേറ്റിൽ കൂടെ സ്ത്രീകൾക്ക് കയറാൻ പാടില്ല. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടാവുകയാണെങ്കിൽ കുടുംബസമേതം നിങ്ങളെല്ലാവരും കൂടെ പോവുകയാണെങ്കിൽ ആ വീടിൻ്റെ മതിലിൻ്റെ പുറത്തെത്തുന്നതോടുകൂടി ആണുങ്ങളെല്ലാം മെയിൻ ഗേറ്റിലേക്കും പെണ്ണുങ്ങൾ എവിടെയെങ്കിലും ഈ ഇടുക്കടായി ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നുഴഞ്ഞ് കയറാൻ വേണ്ടിയിട്ട് അവരും അങ്ങനെ അങ്ങോട്ട് മാറിപ്പോകുന്നത് കാണാം. ഇതിവിടെ മലപ്പുറത്തൊക്കെ പല മുസ്ലിം വീടുകളുടെയും മുമ്പിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. ആണുങ്ങൾക്ക് കയറാൻ മുമ്പിലൊരു വലിയ ഗേറ്റ്, പെണ്ണുങ്ങൾക്ക് കയറാൻ എവിടെയെങ്കിലും ഒരു ചെറിയ മട. പള്ളികളിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പള്ളിയിൽ സ്ത്രീകളെ കയറ്റുന്നു എന്ന് പറയുന്ന മുജാഹിദിൻ്റെ സുന്നിയുടെ ഒക്കെ പള്ളി ഉണ്ടല്ലോ, സുന്നിയുടെ പള്ളിയിൽ ജുമായ്ക്ക് കയറ്റില്ലെങ്കിലും ഇടയ്ക്ക് യാത്രക്കാർക്കൊക്കെ നിസ്കരിക്കാനെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ഒരാട്ടും കൂട് പോലത്തെ ഒരു സാധനം. അതിനകത്തേക്ക് കയറാനും ചെറിയൊരു മട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. എന്നാൽ ആണുങ്ങളുടെ പ്രവേശന കവാടമൊക്കെ രാജകീയമായിട്ടുള്ള വലിയ ഗേറ്റും വാതിലും ഒക്കെ ഉണ്ടാക്കി അവർക്ക് ഫ്രണ്ടിലേക്ക് കയറാം. അത് പള്ളിയിലും വീട്ടിലും ഒക്കെ ഇതാണ് സിസ്റ്റം. ഇങ്ങനെ ആണിനെയും പെണ്ണിനെയും വേർതിരിക്കുന്നു ഒരു ഭാഗത്ത്. എവിടെ? സ്വന്തം വീട്ടിൽ, പള്ളിയിൽ, രക്തബന്ധുക്കൾ ഒത്തുകൂടുന്ന വേദികളിൽ, പിന്നെ മതസമ്മേളനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ മതിൽ കുത്തിയിട്ടും വേലി കെട്ടിയിട്ടും മറ കെട്ടിയിട്ടും വേർതിരിച്ച് വിടുന്ന ഈ മനുഷ്യർ പൊതുജീവിതത്തിൽ എല്ലാവരും ഒരുമിച്ചാണ്. ഒരു പെണ്ണിൻ്റെ ശബ്ദം കേൾക്കാനോ ഒരു പെണ്ണിൻ്റെ മുഖം കാണാനോ പാടില്ല എന്നാണ് ഇസ്ലാം മതത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എവിടെയെങ്കിലും പ്രായോഗികമാക്കാൻ പറ്റുന്നുണ്ടോ? ആക്കുന്നുണ്ടോ? ഇല്ല. എങ്കിലും അതാക്കേണ്ടാത്ത സ്ഥലങ്ങളിൽ ആക്കിക്കൊണ്ട് അവർ ദീനിനോടുള്ള കടമ നിർവഹിക്കുന്ന വിചിത്രമായിട്ടുള്ള വഷളൻ കാഴ്ചകളാണ് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും മതം ഹറാമാണ് എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ നാട്ടിൽ ഹറാമാക്കിക്കൊണ്ട് ജീവിക്കാൻ സാധ്യമല്ല എന്നതാണ് തെളിയിക്കപ്പെടുന്നത്. വിവാഹപ്രായ നിയമം ഇതിവിടെ വന്ന സമയത്ത് ഭയങ്കര എതിർപ്പുകളുണ്ടായിരുന്നു. പിന്നെ മുസ്ലിം സമുദായം പതുക്കെ അത് സ്വീകരിച്ചു. 18 വയസ്സായ പെൺകുട്ടികളെ മാത്രമേ വിവാഹം ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ വിവാഹം ചെയ്താൽ കേസിൽ കുടുങ്ങും എന്ന് മനസ്സിലായപ്പോൾ മിക്കവാറും ആ ഒരു രീതിയിലേക്ക് മുസ്ലിം സമൂഹം മാറി. അതൊന്നും ഇന്ന് വലിയൊരു ഇഷ്യൂ ആയിട്ട് കാണുന്നില്ല. അതുകൊണ്ടൊന്നും ഇവിടെ മതത്തിൻ്റെ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു എന്ന് ആരും കരുതുന്നുമില്ല. അപ്പോൾ ഓരോ കാലത്തിൽ ഓരോ നാടിൻ്റെയും സാമൂഹിക അവസ്ഥയ്ക്ക് അനുസരിച്ച് വരുന്ന ചട്ടങ്ങളും നിയമങ്ങളും ആചാരങ്ങളും അതിനനുസരിച്ച് സംസ്കാരവും ഒക്കെ മാറി വരുമ്പോൾ ആ മാറ്റങ്ങൾക്കൊപ്പം പതുക്കെ പതുക്കെ പുറകിലാണെങ്കിലും, വളരെ പുറകിലാണെങ്കിലും ആ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ ഈ മതത്തിൻ്റെ ആളുകളും നിർബന്ധിതരാകുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് തന്നെ ഇന്ന് ഷുക്കൂർ വക്കീലും ഷീനയും പോയിട്ട് രജിസ്റ്റർ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ ബേജാറാവേണ്ട സംഭവമായിട്ടൊന്നും മുസ്ലിം സമൂഹം കാണേണ്ടതില്ല. ഷുക്കൂർ വക്കീലും ഷീനയും അത് പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ അറിയിച്ചു കൊണ്ടുപോയി ചെയ്തു എന്നാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ നിരവധി ആളുകൾ പല കുടുംബങ്ങളിലും ഇത് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 85 വയസ്സായ ഒരു വാപ്പയും 78 വയസ്സായ ഒരു ഉമ്മയും കൂടെ പോയിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്തു.
മകൻ നേരത്തെ മരിച്ചതുകൊണ്ട് മകൻ്റെ കുട്ടികൾക്ക് സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ടും മകൻ്റെ കുട്ടികൾക്കും കൂടെ മാത്രമായിട്ട് തൻ്റെ സ്വത്തുക്കൾ പോകാൻ വേണ്ടിയിട്ടും സഹോദരങ്ങൾക്ക് അന്യാധീനപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ചെയ്തു എന്നാണ് അറിഞ്ഞത്. ഇത് പല കുടുംബങ്ങളിൽ നിന്നും ഇപ്പോൾ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശുക്കൂർ വക്കീൽ തുടങ്ങി വെച്ചൊരു കാര്യമല്ല. മുസ്ലിം സമുദായം ഇതിനു മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട്, രഹസ്യമായിട്ട് ചെയ്തു വരുന്നുണ്ട്. വക്കീലന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നാൽ മൗലവിമാരും മത നേതാക്കളും നിർദ്ദേശിക്കുന്നത് നിങ്ങൾ അള്ളാനെ പറ്റിക്കാൻ മറ്റു വല്ല വഴികളും ചെയ്തുകൊള്ളൂ എന്നാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞാണ്. അള്ളാനെ പറ്റിക്കേണ്ടത് എങ്ങനെയെന്ന് ദീനിൻ്റെ ആളുകളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് മതപണ്ഡിതന്മാർ ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹു പൊട്ടനാണ് എന്നാണ് ഇവിടെ മതത്തിൻ്റെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ കേരളത്തിൽ മുസ്ലിം സമുദായത്തിനകത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള മാറ്റങ്ങൾ, ഹറാമുകൾ ഹലാലുകളാകുന്നു, ഹലാലുകൾ ഹറാമുകളാകുന്നു, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ നടക്കുന്ന മാറ്റത്തിൻ്റെ ഒരു വേഗതയും അതിൻ്റെ ഒരു ആക്സിലറേഷനൊക്കെ കാണുമ്പോൾ ഞാൻ ഒരു 50 കൊല്ലം മുമ്പത്തെ ഒരു കേരളത്തിൻ്റെ ചരിത്രം ഓർമ്മിക്കുകയാണ്. അതുകൂടെ പങ്കുവെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ മാറ്റങ്ങൾ ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ ഒരു 50 വർഷം മുമ്പ് കേരളത്തിൽ സംഭവിക്കേണ്ടതായിരുന്നു, സംഭവിക്കാൻ തുടങ്ങിയതായിരുന്നു. അതിനെയാണ് ഒരു ദുരന്തം വന്ന് വിഴുങ്ങിയത്. എങ്ങനെയാണത് സംഭവിച്ചതെന്ന് വെച്ചാൽ, ആ കാലത്ത് വിദ്യാസമ്പന്നരായ മുസ്ലിം കുടുംബങ്ങളിൽ കുറച്ചൊക്കെ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് സാമ്പത്തിക ശേഷിയും വിദ്യാഭ്യാസവും ഉണ്ടായിരുന്ന മുസ്ലിം കുടുംബങ്ങൾ അന്ന് ധാരാളം ഉണ്ടായിരുന്നു. മലപ്പുറം ഈ ഭാഗങ്ങളിലും കൊടുങ്ങല്ലൂർ ആ ഭാഗങ്ങളിലും കോഴിക്കോട് മേഖലയിലും ഒക്കെ അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അന്ന് മുസ്ലിം സമൂഹത്തെ മൊത്തത്തിൽ വിദ്യാഭ്യാസപരമായി ഉദ്ധരിക്കുന്നതിന് വേണ്ടി, മുസ്ലിം സ്ത്രീകളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിലെ ഇത്തരത്തിലുള്ള അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിച്ച് ഒരു പരിഷ്കൃത സമൂഹമാക്കി മാറ്റുന്നതിന് വേണ്ടി, കുറച്ചുകൂടെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് മുസ്ലിം സമൂഹത്തെ കൂടി വളർത്തുന്നതിന് വേണ്ടി അന്ന് വളരെ ശക്തമായ ഒരു പ്രസ്ഥാനം രംഗത്ത് വന്നിരുന്നു. നമ്മുടെ ഫസൽ ഗഫൂറിൻ്റെയൊക്കെ വാപ്പ ഉൾപ്പെടുന്ന ഒരുപാട് ആളുകൾ, മങ്കട അബ്ദുൽ അസീസ് മൗലവിയെ പോലുള്ള മതപണ്ഡിതന്മാരുൾപ്പെടെ ഒരുപാട് ആളുകൾ ചേർന്നിട്ട് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി എന്നും ചില സന്ദർഭങ്ങളിൽ മോഡേൺ ഏജ് സൊസൈറ്റി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട MES എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു പ്രസ്ഥാനം ഒരു 19 കൊല്ലം മുമ്പ് കേരളത്തിൽ വളരെ സജീവമായിട്ട് രംഗത്ത് വന്നു. ഞാൻ ഓർക്കുന്നുണ്ട് അവർ നടത്തിയ പല സമ്മേളനങ്ങളും. മഞ്ചേരിയിൽ നടന്നൊരു സമ്മേളനം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കോഴിക്കോട് നടന്നൊരു സമ്മേളനം എൻ്റെ മനസ്സിലുണ്ട്. മഞ്ചേരിയിൽ നടന്ന സമ്മേളനം ഞാനന്ന് അവിടെ പഠിക്കുന്ന ഒരു കാലത്താണ്. മഞ്ചേരി ഹൈസ്കൂൾ മൈതാനം നിറയെ ആളുകളുണ്ടായിരുന്നു. അന്ന് ആ സമ്മേളനത്തെ നിയന്ത്രിച്ചിരുന്നത് മുഴുവൻ സ്ത്രീകളാണ്. അതാണ് അതിലെ ഏറ്റവും ഞാൻ ഓർക്കുന്ന ഒരു കാര്യം. എങ്ങനെയുള്ള സ്ത്രീകൾ? വളരെ പരിഷ്കൃത വേഷധാരികളായിട്ടുള്ള സ്ത്രീകൾ, ഈ MESൻ്റെ ബാഡ്ജും കുത്തിക്കൊണ്ട് സാരി ഉടുത്ത സ്ത്രീകൾ ഓടി നടന്ന് ഈ സമ്മേളനം നിയന്ത്രിക്കുന്ന ആ ഒരു രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിൽ പതിഞ്ഞെടുക്കുന്നുണ്ട്. തലയിൽ തട്ടമിടാതെ ബ്ലൗസ് ഇത്രയും കൈയുള്ള അല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ടുള്ള ബ്ലൗസൊക്കെ ഇട്ടുകൊണ്ട് സാരി ഉടുത്തുകൊണ്ട് മറ്റു മുസ്ലിങ്ങളല്ലാത്ത സ്ത്രീകൾ അന്ന് ധരിച്ചിരുന്ന അതേ വേഷം, ഒരിക്കലും വേർതിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള വേഷമൊക്കെ ധരിച്ചുകൊണ്ട് സ്ത്രീകൾ അന്ന് ഓടി നടന്ന് ഈ മഹാസമ്മേളനങ്ങളെ നിയന്ത്രിച്ചിരുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നുണ്ട്. ഇറാനിൽ സംഭവിച്ചതുപോലെയാണ് കേരളത്തിൽ സംഭവിച്ചത്. ഇറാനിൽ ഈ കൊമേനി ഭരണം വരുന്നതിന് മുമ്പ് അവിടുത്തെ സ്ത്രീകൾ എങ്ങനെയായിരുന്നോ ഒരു പരിഷ്കൃത മനുഷ്യരായിട്ട് മാറിക്കൊണ്ടിരുന്നത്, അതേപോലെ കേരളത്തിലെ മുസ്ലിം സ്ത്രീകളൊക്കെ ഒരു പരിഷ്കൃത സമൂഹമായി മാറുകയും അതിനനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരികയും വലിയ വലിയ സമ്മേളനങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ വലിയൊരു ഉണർവ് ഉണ്ടാക്കാൻ ഈ ഒരു പ്രസ്ഥാനം ആ കാലത്ത് ശ്രമിച്ചിരുന്നു. കോഴിക്കോട്ട് നടന്ന ഒരു സമ്മേളനത്തിൽ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഒരാൾ ഖുർആൻ ദൈവത്തിൻ്റെ ഗ്രന്ഥമല്ല, അത് മനുഷ്യനിർമ്മിതിയാണ് എന്ന് പറഞ്ഞ് ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ പോയി ഡോക്ടറേറ്റ് എടുത്ത് ആ വിഷയം പേപ്പർ അവതരിപ്പിച്ച് ഡോക്ടറേറ്റ് നേടിയ അലിഗഡ് സർവകലാശാലയിൽ അന്നുണ്ടായിരുന്ന ഒരു വലിയ മഹാനായ വ്യക്തിയാണ് അന്ന് കോഴിക്കോട്ടെ ഈ MESൻ്റെ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. ദൈവവിശ്വാസം പോലും ഇല്ലാത്ത ഒരു എലൈറ്റ് മുസ്ലിം നേതാവ് വന്നിട്ട് അന്ന് കോഴിക്കോട്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഞാൻ ഓർക്കുന്നുണ്ട്.
അങ്ങനെയുള്ള ഒരു കാലഘട്ടം 50 വർഷം മുമ്പ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നത് ഇന്ന് ഓർക്കുമ്പോൾ പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നും. പിന്നെ എന്താണ് സംഭവിച്ചത് ആ ഒരു കാലഘട്ടത്തിലാണ് ഈ സൗദി അറേബ്യയിൽ നിന്ന് ഈ എണ്ണപ്പണം തുടങ്ങുകയും എണ്ണപ്പണം കിനിഞ്ഞു തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സലഫി ഇസ്ലാം നാനാഭാഗത്തേക്കും എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ സൗദി അറേബ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട സലഫി ഇസ്ലാം കേരളത്തിൽ വന്നിട്ട് ആദ്യം ചെയ്തത് ഈ ഒരു പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്തു, അതിനെ വിഴുങ്ങി. മങ്കട അബ്ദുൽ അസീസ് മൗലവിയെ പോലുള്ള മതപണ്ഡിതന്മാരെയൊക്കെ സോപ്പിട്ട് പിടിച്ചിട്ട് മെല്ലെ MES നിന്ന് മാറ്റി നമ്മളിങ്ങനെ മതത്തിന് ചേരാത്ത വിധത്തിലുള്ള ഒരു പരിഷ്കാരമല്ല വേണ്ടത്, നമുക്ക് ദീനിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള പരിഷ്കാരം മതി എന്ന രീതിയിലേക്ക് പെട്ടെന്ന് ഇവരെല്ലാം ദീനിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു. അതിൻ്റെ കൂടെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയും കൂടെ ചേർന്നു. അങ്ങനെ മുസ്ലിം ലീഗും ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ് വന്ന സലഫി ഇസ്ലാമിസ്റ്റുകളും കൂടെ ചേർന്ന് MES എന്ന ആ പരിഷ്കരണ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അതിലവർ വിജയിച്ചു. എന്നിട്ട് അവർ അതില്ലാതാക്കുന്നതിന് തന്ത്രം എന്ന നിലയ്ക്ക് അവർ സ്വീകരിച്ച ഒരു നയം എന്താണെന്ന് വെച്ചാൽ, നമ്മളും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് നമ്മളും എതിരല്ല എന്ന ഒരു നിലപാട് അവരന്ന് സ്വീകരിച്ചു. അതോടുകൂടി MES അതിൽ വീണുപോയി. ആ തന്ത്രത്തിൽ MES വീണു. MES ഏകദേശം അവിടുന്ന് പതുക്കെ അങ്ങ് ഇല്ലാതായി. അവരുണ്ടാക്കിയിരുന്ന കുറച്ച് സ്ഥാപനങ്ങൾ മാത്രം നിലനിൽക്കുകയും ആ പ്രസ്ഥാനം തകർന്നു പോവുകയും ചെയ്തു. അങ്ങനെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ തയ്യാറായി കൊണ്ടുവന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ മുസ്ലിം സമൂഹം ഒരു നവോത്ഥാന പ്രസ്ഥാനമായിട്ടും പുരോഗമന പ്രസ്ഥാനമായിട്ടും തെറ്റിദ്ധരിച്ചു. യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകലായിരുന്നില്ല, മറിച്ച് പെൺകുട്ടികളെ ദീനിൻ്റെ ചളിക്കുണ്ടിലേക്ക്, ഇരുട്ടറയിലേക്ക് കൊണ്ടുപോകാൻ വിദ്യാഭ്യാസത്തെ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്തത്. പള്ളിയിൽ കയറാൻ അവർക്ക് അനുവാദമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടുന്ന് ദീൻ കുത്തിവെച്ച് പതുക്കെ എല്ലാ മുസ്ലിം സ്ത്രീകളെയും കറുത്ത ചാക്കിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുന്ന ദുരന്ത കാഴ്ചയാണ് പിന്നീട് കേരളത്തിൽ കണ്ടത്. അങ്ങനെയാണ് പർദ്ദാവൽക്കരണവും സ്ത്രീകളെല്ലാം വെറും ദീൻ വിഴുങ്ങികളാക്കി മാറ്റുകയും ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച വിധത്തിൽ അവരിൽ ഉണ്ടാകുമായിരുന്ന മാറ്റങ്ങളെ മുഴുവൻ തടഞ്ഞു വെക്കുകയും അങ്ങനെ ഈ ഇസ്ലാമിക ഫണ്ടമെൻ്റലിസം കേരളത്തിൽ വേരുപിടിക്കുകയും ചെയ്തു. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തെ മാത്രമല്ല ബാധിച്ചത്. അവർ ഈ സാധനം കൊണ്ടുവന്നതോടുകൂടി സുന്നികൾ അന്ന് വരെ എല്ലാ പരിഷ്കരണങ്ങളുടെ പിന്നാലെയും എല്ലാ കാര്യങ്ങളുടെ പിന്നാലെയും ഒരു സ്വാഭാവികമായ ഒഴുക്ക് എന്നതിൽ ഒഴുകിക്കൊണ്ടിരുന്ന ഈ സുന്നി പ്രസ്ഥാനങ്ങൾ ഇതോടുകൂടിയിട്ട് ഇവരും മൗലികവാദത്തിൻ്റെ വഴിയിലേക്ക് തന്നെ പോകേണ്ടി വന്നു. കാരണം അല്ലെങ്കിൽ മുജാഹിദ് എല്ലാം കയ്യിലാക്കുമെന്ന് ഭയപ്പെടുന്നത് കൊണ്ട് അവരും മൗലികവാദത്തിൻ്റെ വഴി സ്വീകരിച്ചു. അങ്ങനെ കേരളത്തിലെ സുന്നികളെ കൂടി പുറകോട്ട് നയിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത്. ഇന്ന് പക്ഷേ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ വരവോടുകൂടി സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ സലഫി ഇസ്ലാം എടുത്ത് തോട്ടിലെറിയാൻ തുടങ്ങിയതോടുകൂടി ലോകമാകെ ഇസ്ലാമിനെതിരായിട്ട് വലിയൊരു ആശയ ആക്രമണം നടക്കുന്ന ഒരു സന്ദർഭം കൂടി വന്നു ചേർന്നതോടുകൂടി കേരളത്തിലെ ഈ ഫണ്ടമെൻ്റൽ ഇസ്ലാമിൻ്റെ മണ്ട തകർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ മാറ്റം അന്ന് MES കൊണ്ടുവന്ന മാറ്റവും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റവും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. കാരണം ഈ 50 കൊല്ലത്തെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ചുള്ള വ്യത്യാസം ഇവിടെ ഉണ്ടാവും. എന്തു തന്നെയായാലും ഞാൻ നല്ല പ്രതീക്ഷയിലാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം ഒരു സ്വതന്ത്ര ജനാധിപത്യ സമൂഹമായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അവിടെ പക്ഷേ ഏറ്റവും വലിയ ഒരു ദുരന്തമായിട്ട് നിൽക്കുന്നത് ഇന്നത്തെ സംഘപരിവാറിൻ്റെ ശക്തിയും അവരുടെ ഭരണവുമൊക്കെ തന്നെയാണ്. അത് മുസ്ലിം സമൂഹത്തെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നതുകൊണ്ട് ആ സാമുദായികമായിട്ടുള്ള സ്വത്വം മുസ്ലിങ്ങളിൽ വളരെ ദൃഢമായി നിലനിൽക്കുന്നു എന്നതുകൊണ്ട് ഈ സംഘപരിവാറിൻ്റെ സാന്നിധ്യമാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിൻ്റെ ഗുണപരമായ മാറ്റങ്ങൾക്ക് ഒരു വലിയ തടസ്സമായിട്ട് ഞാൻ കാണുന്നത്. അതിനെയും മറികടന്നുകൊണ്ട് നമുക്കൊരു നല്ല മാറ്റം ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ മതത്തിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ള ആളുകൾ പുറത്ത് നിന്നുകൊണ്ട് നടക്കുന്ന വിമർശനങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഒരു സമ്മർദ്ദം ഉൾക്കൊണ്ടുകൊണ്ട് മതത്തിനകത്ത് ഇപ്പോൾ ത്വരിതപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിവർത്തന
ശ്രമങ്ങളും ഇതെല്ലാം കൂടെ ചേർന്ന് മുസ്ലിം സമൂഹത്തിൽ ഒരു വലിയ മാറ്റം, ഗുണപരമായ മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ ഈ സമയത്ത് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം.